നിലവിൽ പേരാമ്പ്ര മണ്ഡലത്തിലെ 10 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തും UDF ആണ് ഭരിക്കുന്നത്. ഇത് സൂക്ഷ്മമായ ഒരു രാഷ്ട്രീയ സൂചനയാണ് നൽകുന്നത്. മറ്റൊന്നുമല്ല, ഗ്രൗണ്ട് ലെവലിൽ UDFന്റെ ശക്തമായിട്ടുള്ള വളർച്ച തന്നെയാണ് ഇത്തരം കണക്കുകൾ നമ്മളെ മുന്നോട്ട് വെക്കുന്ന കാര്യം. പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ നടക്കുന്നത് അത്ര ഈസി വാക്ക് ഓവർ ആയിട്ടുള്ള ഒരു മത്സരമല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. സുരക്ഷിതമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് കഴിഞ്ഞ ദിവസം വരെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അറിയപ്പെട്ടിരുന്ന പേരാമ്പ്ര ഇതിനോടകം തന്നെ ഒരു മത്സരത്തിന്റെ തലത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്നത് തന്നെയാണ് UDF ആ മണ്ഡലത്തിൽ നിലവിൽ ഉയർത്തുന്ന ഏറ്റവും കരുത്തുറ്റ വെല്ലുവിളി. ഒരു പക്ഷേ കോട്ടകൾ തകർത്ത് ഫാത്തിമ തൈലിയ പേരാമ്പ്രയിൽ നിന്ന് വിജയിക്കാനുള്ള സാധ്യത പോലും രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല എന്നുള്ളത് പേരാമ്പ്രയിൽ എത്രത്തോളം ഗ്രൗണ്ട് ലെവലിൽ UDF മിഷനറി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു ട്രെൻഡ് കേരളത്തിൽ തുടരുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന്റെ ശക്തമായിട്ടുള്ള ബൂത്ത് തല പ്രവർത്തനം ജനങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഫാത്തിമ തഹലിയ എന്ന മുസ്ലിം ലീഗിന്റെ കരുത്തയായ വനിതാ സ്ഥാനാർത്ഥിക്ക് ഒരുപാട് വോട്ടുകൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് പേരാമ്പ്രയിൽ അട്ടിമറി ഉണ്ടാകുമെന്ന് നമ്മൾ പറയുന്നത്. ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിൽ പോലും CPMന്റെ ഒരു കോട്ട തകർത്ത് ചെറിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുക എന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമേ ഇല്ല. ഒരു പക്ഷേ അത് തന്നെയാണ് പേരാമ്പ്രയിൽ സംഭവിക്കാൻ പോകുന്നതും. ഇത് വെറും പേരാമ്പ്ര മണ്ഡലത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമല്ല. കേരള രാഷ്ട്രീയത്തിന് വലിയ രീതിയിലുള്ള സന്ദേശം നൽകുന്ന പോരാട്ടം തന്നെയാണ് പേരാമ്പ്രയിൽ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ CPMന്റെ ഏറ്റവും സുരക്ഷിതമായ കോട്ട എന്നത് മെയ് 4-ാം തീയതിക്ക് ശേഷം പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളം അത്തരം സങ്കല്പങ്ങളൊക്കെ തിരുത്തപ്പെട്ടേക്കാമെന്നാണ് നമ്മളും വിശ്വസിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിൽ പേരാമ്പ്ര അതിന്റെ ഒരു തുടക്കം മാത്രമായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായിരിക്കും പേരാമ്പ്രയിലെ റിസൾട്ട്? നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഒബ്സർവേഷൻ? ദയവായിട്ട് കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.